വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടൻ ഇന്ന് ഹാജരാകും. എറണാകുളം തൃക്കാക്കര സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാവുക. കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതേസമയം ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ലെന്നും ഈ ജീവിതം ജനങ്ങളുടെ മുന്നിൽ ജീവിച്ചു തീർക്കാനാണ് വന്നിരിക്കുന്നത് എന്നും സംഗീത പരിപാടിക്കിടെ വേടൻ പറഞ്ഞു. ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വേടൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, താൻ എവിടെയും പോകുന്നില്ല എന്നും ഈ ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചു തീർക്കുമെന്നും വേടൻ പറയുന്നു. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് എപ്പോഴാണ് ഹാജരാവുക? സേതു, ഇന്നലെ കോന്നിയിലായിരുന്നു വേടൻ ജനീഷ് കുമാർ MLA-യുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഏറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വേടൻ ഒരു വേദിയിലെത്തുന്നത്. എന്തായാലും അവിടെ വെച്ച് വേടൻ പറഞ്ഞത് താൻ എങ്ങും പോകില്ല, താൻ എവിടെയോ പോയി എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്. താൻ എങ്ങും പോകില്ല, ഒരു കലാകാരൻ ഒരു ജീവിതം അവിടെ ജീവിച്ചതിനെ തീർക്കും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ രാവിലെ 10 മണിയോടുകൂടി വേടൻ ഹാജരാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കും. തുടർന്ന് തൊട്ടടുത്ത ദിവസവും അദ്ദേഹത്തെ ചോദ്യം ചെയ്യലുണ്ടാകും. എന്തായാലും ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. സേതു.